ഹായ് ഗായ്സ്. അപ്പം ഇന്നത്തെ വീഡിയോന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ ഇട്ടിരിക്കുന്ന ടോപ്പ് ഞാൻ തന്നെ തയ്ച്ചതാണ്. രണ്ടത്, എനിക്ക് ഇറ്റാലിയൻ PR കിട്ടി. ഇത് വന്നിട്ടാണ് എൻ്റെ 10 വർഷത്തേക്കുള്ള വിസ. അപ്പം ഞാൻ ഇത് വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലവരും ഈ PR അപ്ലൈ ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. 6, 7, 10 വർഷം കഴിഞ്ഞവർ ഒരു പേടിയോടുകൂടി തന്നെ PR അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു, ഇത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല, ഇവർക്ക് എന്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൂടാ, ഒന്നൊരു വീഡിയോ ചെയ്താൽ എന്താണെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പം ഞാൻ വേഗം ചുരുക്കി ഒന്ന് പറഞ്ഞേക്കാം എന്തൊക്കെയാണ് ആവശ്യമെന്നും എങ്ങനെയാണ് ഞാൻ എടുത്തതെന്നും. കോൺട്രാക്റ്റിൻ്റെ കോപ്പി, പിന്നെ ഉണീലാവ്, കുദ്, പിന്നെ ബൂസ്തബാഗ. അതായത് ബൂസ്തബാഗ എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾക്ക് കിട്ടിയ ബൂസ്തബാഗയില്ലേ, ലാസ്റ്റത്തെ 3 ലേറ്റസ്റ്റ് ബൂസ്തബാഗ 3 പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. എക്സാം A1 A2 ലെവലിൽ നമ്മൾ ഇറ്റാലിയൻ എക്സാം പാസ്സായിരിക്കണം, അതിൻ്റെ കോപ്പി. അപ്പം ഈ എക്സാം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സ്പിഡ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കാഫില പോയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ എക്സാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് വരും കേട്ടോ. 2-3 ആഴ്ചയ്ക്കുള്ളിൽ എക്സാം ഡേറ്റ് വരും. നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് എക്സാം എഴുതാനായിട്ട് പോവാം. എക്സാമിൻ്റെ റിസൾട്ട് 3-4 ദിവസത്തിനുള്ളിൽ സൈറ്റിൽ വരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതും എടുക്കാം. കൂടുതലും ആളുകൾക്ക് ഈ ഇറ്റാലിയൻ എക്സാം ആണ് ഒരു എന്താ പറയുക ബുദ്ധിമുട്ടായിട്ട് എല്ലാവർക്കും തോന്നിയിരിക്കണേ. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ എക്സാം എഴുതാം, അതായത് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര പാടായിട്ടുള്ളൊരു എക്സാം അല്ല. ഞാൻ ഒറ്റ പ്രാവശ്യം എഴുതിയുള്ളൂ, ഞാൻ എക്സാമിന് പാസ്സായി. അപ്പം നിങ്ങൾ വിചാരിക്കും നിനക്കത് കഴിവുള്ളത് കൊണ്ടായിരിക്കും കിട്ടിയെന്ന്. അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു പെട്ടെന്ന് ലാംഗ്വേജ് ക്യാച്ച് ചെയ്യുന്ന വ്യക്തിയല്ല. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക പഠിക്കാൻ മിടുക്കിയായിട്ടുള്ള ഒരു വ്യക്തിയുമല്ല. അപ്പം എനിക്കിത് കിട്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി, ട്രൈ ചെയ്യുക. നമ്മൾ ട്രൈ ചെയ്യാതിരിക്കരുത്. ഇപ്പം നമ്മുടെ ചുറ്റും കുറേ പേര് എക്സാം എഴുതിയിട്ട് തോറ്റുപോയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ 3 പ്രാവശ്യം എഴുതി, ഞാൻ 4 പ്രാവശ്യം എഴുതി, ഞാൻ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പേടി ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടാവാം നിങ്ങൾ ഈ PR അപ്ലൈ ചെയ്യാത്തത്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തായാലും ചെയ്യും, ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ എന്തായാലും പാസ്സാവുമെന്ന്. അപ്പം ഈ എക്സാം എഴുതാനായിട്ട് സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റിൽ നിങ്ങൾ ആ സൈറ്റിന് വർക്കിംഗ് ടൈം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് സൺഡേ, എനിക്ക് തോന്നുന്നു സാറ്റർഡേ ഒന്നും അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. സൺഡേ എന്തായാലും പറ്റില്ല, അതിന് ഇന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ മാത്രം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു 3 ആഴ്ചയ്ക്കുള്ള എക്സാം ഡേറ്റ് വരും. ആ എക്സാം ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ എക്സാം എഴുതാൻ പോകണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് 90 ദിവസം, അതായത് നിങ്ങളിപ്പോൾ പോയില്ല എക്സാമിന്, അല്ല എക്സാം എഴുതിയിട്ട് തോറ്റുപോയി, അങ്ങനെ എങ്ങാനും വരാണെന്നുണ്ടെങ്കിൽ 90 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അടുത്ത എക്സാം ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം പോകാൻ നോക്കുക, മാക്സിമം എഴുതാനും നോക്കാം. ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല, ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ്, എന്തായാലും പാസ്സാവും. നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. സൊജോർണോൻ്റെ കോപ്പി, തേസരയുടെ കോപ്പി, 4 ഫോട്ടോ, പിന്നെ നമ്മളെന്തായാലും ബൂസ്ത കിറ്റ് അയക്കുമ്പോൾ എന്തായാലും അതിനകത്ത് സ്റ്റാമ്പ് വേണമല്ലോ. അപ്പം അത് അങ്ങനെ എന്താ പറയുക, കാർഡ് ഐഡൻറ്റിറ്റിയുടെ കോപ്പി, ഇതൊക്കെ നമ്മൾ ആ കിറ്റിലേക്ക് ഇടാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയും സംഭവങ്ങൾ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക PR കിട്ടും. 10 വർഷത്തേക്കാണ് കിട്ടുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 6-7 വർഷം കഴിഞ്ഞു കേട്ടോ. ഇനി എൻ്റെ ഇതിൽ ഇനി എനിക്കൊരു 3 വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, B1 B2 ലെവലിലെ എക്സാമാണ് നിങ്ങൾ പാസ്സാവേണ്ടത്. കാരണം ഞാൻ ആ എക്സാം എഴുതാൻ പോയപ്പം അവിടെ 2 ലേഡീസ് ഉണ്ടായിരുന്നു. 2 ലേഡീസ് വന്നായിരുന്നു ഈ എക്സാം എഴുതാനായിട്ട്. ഞങ്ങൾ എഴുതുന്നത് A1 A2 എക്സാം ആണ് എഴുതുന്നത്. ഇവർ വന്നേക്കുന്നത് B1 B2 എക്സാം ആണ് അവർക്ക് വേണ്ടത്. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു. അവർ കാഫ് വഴി എന്താ പറയുക എക്സാം വേണമെന്ന് പറഞ്ഞു. കാഫുകാർ എക്സാമിന് ഡേറ്റ് എടുത്ത് കൊടുത്തു. അവിടെ വന്നപ്പോൾ അവിടുത്തെ മിസ് പറഞ്ഞു, നിങ്ങൾ ഈ എക്സാം അല്ല എഴുതേണ്ടത്, നിങ്ങൾ B1 B2 എക്സാം ആണ് എഴുതേണ്ടത്. അതുമല്ല, ആ എക്സാം നിങ്ങൾ കാഫ് ത്രൂ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പൈസ അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. കാഫ് ത്രൂ അല്ല, അല്ലാണ്ട് നിങ്ങൾ എക്സാമിന് എന്താ പറയുക റിക്വസ്റ്റ് വയ്ക്കുമ്പോൾ പൈസ അടയ്ക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ പറയുന്ന പോലെ B1 B2 അതായത് സിറ്റിസൺഷിപ്പിന് എക്സാം എഴുതുന്നവർ ശ്രദ്ധിക്കണം. A1 A2 എക്സാം അല്ല നിങ്ങൾ എഴുതേണ്ടത്, B1 B2 എക്സാം ആണ് എഴുതേണ്ടത്. അതുമല്ല, അത് നമുക്ക് ഈ A1 A2 എക്സാം എഴുതിയ പോലെ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റില്ല. പൈസ കൊടുക്കണം അതിന്. അത് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ പകമെന്തോ ആണത്. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ എന്താ പറയുക ഈ പറയുന്ന PR എടുക്കാനായിട്ട്.
വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ പറയുന്നുണ്ട് സ്റ്റുഡൻറ്റ് വിസ കൗണ്ട് ചെയ്യില്ലെന്ന്. അതായത് നിങ്ങൾ വർക്ക് വിസയിൽ ആയിട്ട് അത് തുടങ്ങിയ ഉള്ള 5 വർഷമാണ് PR കൗണ്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് വെറുതെ ആട്ടോ. കാരണം ഞാൻ വന്നത് സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താ പറയുക, സ്റ്റുഡൻറ്റ് വിസ കൗണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. എന്തായാലും ചെയ്യും. ഇനി നിങ്ങൾക്ക് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇതാണ് നമ്മുടെ കോൺട്രാക്റ്റ്. ഇത് എൻ്റെ കോൺട്രാക്റ്റ് ആട്ടോ. ഓരോരുത്തരുടെയും കോൺട്രാക്റ്റ് മാറി മാറിയിരിക്കും, ഇങ്ങനെ ആയിരിക്കില്ല. അപ്പം അതിൽ ടെൻഷൻ അടിക്കേണ്ട, അയ്യോ എൻ്റെ ഇതല്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇത് വന്നിട്ടാണ് ഉണീലാവ്. അപ്പം ഞാനിത് 2023 ജനുവരി മാസമാണ് ഞാൻ അവിടെ ജോലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആദ്യം ഞാൻ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു 15 ദിവസത്തെ പ്രോ പീരീഡ് ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവരെനിക്ക് എന്താ പറയുക എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. 1 മാസത്തേക്ക് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ അത് 2 മാസമായി, പിന്നെ അത് 3 മാസമായി, പിന്നെ അത് 6 മാസമായി, പിന്നെ അത് 9 മാസമായി. അങ്ങനെ അതിൻ്റെ അങ്ങനത്തെ, അതായത് അവർ എക്സ്റ്റെൻഡ് ചെയ്തില്ലേ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത്. അടുത്തത് വന്നിട്ട് ഭൂസ്തഭാഗ. ഇതെല്ലാവർക്കും ഏകദേശം ഒരുപോലെയാണ് ഭൂസ്തഭാഗ അല്ലേ. ഇങ്ങനെയാണ് ഭൂസ്തഭാഗ. ഇത് വന്നിട്ട് കുദ്. എനിക്ക് 2 കുദ് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവർ വെച്ചത് ശരിക്കും ഇങ്ങനെയായിരുന്നു. ആഴ്ചയിൽ 36 മണിക്കൂറാണ് എൻ്റെ. പക്ഷേ ഞാനതിൽ കൂടുതൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം അത് വന്നത് ഈ ഒരു പേപ്പറിലായിട്ട് വന്നു. അതായത് ആ കോൺട്രാക്റ്റിന് കൂടുതൽ ചെയ്തത്, അതായത് 36 മണിക്കൂറിന് കൂടുതൽ ചെയ്ത് ഈ ഒരു എന്താ പറയുക കുದ್ದಾയിട്ട് വന്നു. സാധാരണ എൻ്റെ ആ ഒരു എന്താ പറയുക കോൺട്രാക്ട് ബേസ് ഉള്ള കുദ് ഇതാണ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ. ഇത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലേ, നമുക്കൊരു ഡേറ്റ് വരുമല്ലോ, ആ സംഭവമാണ് ഇത് നമ്മൾ പാസ്സായതിൻ്റെ ആട്ടോ. ഇത് ഇത്രേ ഉള്ളൂ. സത്യത്തിൽ പണ്ട് ഇത് നമുക്ക് എന്താ പറയുക സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ആ ഒരു സെറ്റപ്പ് ഇല്ല. അതുകൊണ്ട് നമ്മൾ സ്ക്രീൻഷോട്ടാണ് എടുത്തത്. സ്ക്രീൻഷോട്ട് എടുത്ത് അത് പ്രിൻ്റ് ചെയ്തു. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതും കൂടി നിങ്ങൾക്ക് എന്താ പറയുക ഡേറ്റ് തന്നില്ല എക്സാമിന്, അതും കൂടി എടുക്കണം. കാരണം ഇതിൽ അവർ എവിടെയാണ് എക്സാം നടക്കുന്നതെന്നുള്ള അതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എക്സാം റിസൾട്ടിൽ അതും ചെയ്തിട്ടുണ്ട്. സേതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ഒരു ഇത് ചെയ്തിട്ടുണ്ട്, നമ്മളെവിടെയാണ് എക്സാം ചെയ്തതെന്നുള്ളത്. അപ്പം ഇത് 2 കൂടി എടുത്താൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ എല്ലാത്തിൻ്റെയും കോപ്പികൾ, ടേസർ അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ കോപ്പികൾ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.